ജെറുസലേമിൽ ബുധനാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച കാട്ടുതീ ശക്തമായ കാറ്റും ഉയർന്ന താപനിലയും കാരണം വ്യാപകമായി പടർന്നു പിടിക്കുകയാണ്. ഇതേ തുടർന്ന് ഇസ്രയേൽ സർക്കാർ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും അതുപോലെ പൊള്ളലും മറ്റും ഏറ്റതിനെ തുടർന്ന് ഏതാനും പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ ജെറുസലേമിലും ടെൽ അവീവിനുമിടയിലുള്ള പ്രധാന ഹൈവേ ആയ റൂട്ട് 1 അടച്ചുപൂട്ടുകയും 7000-ലധികം താമസക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നെവേ ശലോം, ബെക്കോ ആ, താവോസ്, നൗഷോൻ, ലാട്രൻ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കനത്ത പുകയും തീയും കാരണം നിരവധി വാഹനങ്ങൾ ഹൈവേയിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 50 അഗ്നിശമന സേന യൂണിറ്റുകളും 10 വിമാനങ്ങളും ഒരു ഹെലികോപ്റ്ററും തീ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇസ്രയേൽ 77ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം തീപിടുത്തം കാരണം റദ്ദാക്കിയിരുന്നു. തീപിടുത്തത്തിൽ 7 പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമാർ ബെൻ ഗ്വിർ തീപിടുത്തത്തിന് തീവെപ്പ് കാരണമായിരിക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ സൈന്യവും പോലീസും അഗ്നിശമന സേനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. തീ നിയന്ത്രണാതീതമായതിനെ തുടർന്ന് അധികാരികൾ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ആയിരക്കണക്കിന് താമസക്കാരെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതേസമയം തീ അണയ്ക്കുന്നതിനായി ഇസ്രയേൽ അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. രാജ്യത്തെ വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മാരക ദിനത്തിലാണ് ഇസ്രയേലിൽ ഈ വലിയ തീപിടുത്തം ഉണ്ടായത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ജെറുസലേമിൽ നിന്ന് ടെൽ അവീവിലേക്കുള്ള പ്രധാന ഹൈവേ ആയ റൂട്ട് 1ലേക്ക് തീ പടരുന്നതും ചുറ്റുമുള്ള കുന്നുകളിൽ നിന്ന് കട്ടിയുള്ള പുക ഉയരുന്നതും കാണാം.